fprintf and fscanf functions. കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്, ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഗെറ്റ് സി, പുട്ട് സി, ഗെറ്റ് ഡബ്ല്യു ആൻഡ് പുട്ട് ഡബ്ല്യു. ഈ 4 സിംഗിൾ വാല്യൂസ് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുമുള്ള ഫങ്ഷൻസ് ആയിരുന്നു. ഗെറ്റ് സി ആൻഡ് പുട്ട് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ക്യാരക്ടർ ഫയലിൽ നിന്ന് ഗെറ്റ് ചെയ്യാനും ഫയലിലേക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ആയിരുന്നു. ഗെറ്റ് ഡബ്ല്യു ആൻഡ് പുട്ട് ഡബ്ല്യു സിംഗിൾ ഇൻറ്റീജർ വാല്യൂ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനായിരുന്നു. അതേസമയം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന fscanf ആൻഡ് fprintf, അതൊരു ഗ്രൂപ്പ് ഓഫ് മിക്സഡ് വാല്യൂസ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുമായിട്ടുള്ള ഫങ്ഷൻസാണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള 2 ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസാണ് സ്കാൻഎഫും പ്രിൻറ്റഫും. ഇതിന് രണ്ടിനും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസാണ് fscanfഉം fprintfഉം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റും ഒക്കെ അതായത് സിൻറ്റാക്സ് ഒക്കെ സ്കാൻഎഫിൻ്റെയും പ്രിൻറ്റഫിൻ്റെയും ആയിട്ട് സിമിലർ ആണ്. ഒരൊറ്റ കാര്യമാണ് എക്സ്ട്രാ വരുന്നത്. ഈ രണ്ടെണ്ണത്തിലും fscanfലും fprintfലും ഫയൽ പോയിൻ്റർ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റും കൂടെ വരും, സ്കാൻഎഫിലും പ്രിൻറ്റഫിലും ഇല്ലാത്ത. അപ്പം നമുക്ക് fprintfൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ് വരിക നോക്കാം. fprintf ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫയൽ പോയിൻ്ററാണ്. അതായത് ഏത് ഫയലിലേക്കാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് അതിലേക്കുള്ള പോയിൻ്ററാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് പ്രിൻറ്റഫിൻ്റെ സിൻറ്റാക്സ് തന്നെയാണ്. അതായത് ഡബിൾ കോഡ്സിൽ കൺട്രോൾ സ്ട്രിങ് എന്താണെന്നറിയാലോ, പ്രിൻറ്റഫിൻ്റെ കൺട്രോൾ സ്ട്രിങ് തന്നെ. എന്താണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അതാണ് ഡബിൾ കോഡ്സിൽ കൊടുക്കുക. അത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിരിക്കാം. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഹലോ വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ട്രിങ് ആയിരിക്കാം. ഇല്ലെങ്കിൽ അതിനകത്ത് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനുള്ള പ്ലേസ് ഹോൾഡേഴ്സ്, ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ്, %d, %f, അതുപോലെ /n/t പോലുള്ള എസ്കേപ്പ് സീക്വൻസും ഒക്കെ ഇതിനകത്ത് വരും. ദെൻ കോമ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൺട്രോൾ സ്ട്രിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസിൻ്റെയൊക്കെ പ്ലേസിൽ വരേണ്ട വാല്യൂസ് എന്താണെന്നുള്ള ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് വേരിയബിൾസ് വരാം, അതുപോലെ കോൺസ്റ്റൻസ് വരാം, സ്ട്രിങ്സും ഒക്കെ വരാം. എല്ലാം പ്രിൻറ്റഫിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഇതാണ് fprintfൻ്റെ സിൻറ്റാക്സ്. പ്രിൻറ്റഫുമായിട്ട് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ ഒരു ഫയൽ പോയിൻ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻറ്റഫ് പ്രിൻറ്റ് ചെയ്യുക മോണിറ്ററിലല്ല, നമ്മൾ ഏത് ഫയലിൻ്റെ പോയിൻ്ററാണ് അവിടെ കൊടുത്ത് ആ ഫയലിലേക്കാണ് പ്രിൻറ്റ് ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മോണിറ്ററിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും fprintf യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഈ ഫയൽ പോയിൻ്ററിൻ്റെ സ്ഥാനത്ത് std out എന്ന് കൊടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിൻറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഫയൽ പോയിൻ്ററിൻ്റെ പ്ലേസിൽ std out എന്ന് പറഞ്ഞാൽ അതൊരു പോയിൻ്ററാണ്. std out എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ fprintf യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. സ്ക്രീനിലേക്കായിരിക്കും അത് പ്രിൻറ്റ് ചെയ്യുക, ഒരു ഫയലിലേക്കായിരിക്കില്ല. ഇനി fscanfൻ്റെ സിൻറ്റാക്സ് നോക്കാം. ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ, ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ. fscanf ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് fp, ദെൻ സ്കാൻഎഫിൻ്റെ കൺട്രോൾ സ്ട്രിങ്. ഈ കൺട്രോൾ സ്ട്രിങ്ങിൽ എന്താ ഉണ്ടാവുക, കുറേ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ് ഉണ്ടാവുക. ദെൻ കോമ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ഓഫ് അഡ്രസ്സസ്. സ്കാൻഎഫിൻ്റെ സിൻറ്റാക്സ് തന്നെ. സ്കാൻഎഫിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് അഡ്രസ്സസ് അല്ലേ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് fprintfഉം fscanfഉം വെച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് വാല്യൂസ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം, ഫയലിൽ നിന്ന് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ ചെയ്യുക. fp = fopen എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നെയിം അത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് fprintf വെച്ചിട്ട് ആ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു fprintf. ഇപ്പോൾ fprintf എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് എന്നാണ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ ഫസ്റ്റ് fp ഉണ്ട് കേട്ടോ, ഫയൽ പോയിൻ്റർ കോമ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ലിസ്റ്റ് ഓഫ് വാല്യൂസ് അവിടെ വേണ്ട. ഇനിയിപ്പോൾ എനിക്കിതിനകത്തേക്ക് റൈറ്റ് ചെയ്യേണ്ടത് കുറച്ച് വാല്യൂസ് ആണെന്നിരിക്കുക. fp കോമ, ഇപ്പം ഞാൻ %d/t %s എന്ന് കൊടുത്തു. അതായത് ഒരു ഇൻറ്റീജർ വേണം, അത് കഴിഞ്ഞിട്ടൊരു സ്ട്രിങ് വേണം. അപ്പോൾ ഞാൻ I ആണ് ഇൻറ്റീജർ എന്ന് എടുക്കുന്നത്, str എന്ന് പറഞ്ഞ സ്ട്രിങ്ങും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആദ്യം I ഫയലിലേക്ക് റൈറ്റ് ചെയ്യും, ഒരു ടാബ് സ്പേസ് ഇടും, അതിന് ശേഷം str റൈറ്റ് ചെയ്യും. ഇങ്ങനെയാണ് fp എന്ന് പറഞ്ഞ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ തന്നെ fclose എന്ന് പറഞ്ഞിട്ട് fpനെ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ എനിക്ക് ഫയലിനകത്ത് നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും fpനെ എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. നെയിം മോഡ് ആർ ഓപ്പൺ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് fscanf വെച്ചിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ fscanf യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഫയലിനകത്തിരിക്കുന്ന ഡേറ്റ ഫോർമാറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഈ ഫയലിൽ നമ്മൾ എന്താ കൊടുത്തത്, ഗുഡ് മോർണിംഗ് എന്നാണ് ആദ്യം അതിനകത്ത് റൈറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ഗെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ %s വെച്ചിട്ടാണ് ഗെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ ഫയലിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ വിചാരിക്കുക. ഈ fprintf നമ്മൾ ചെയ്തിട്ടില്ല. ഇതായിരുന്നു ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് ചെയ്യേണ്ടത് ആദ്യം ഒരു %d പിന്നെ ഒരു %s വെച്ചിട്ടാണ് ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഗെറ്റ് ചെയ്യാൻ നോക്കാം. fscanf fp %d %s I എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും str എന്ന് പറഞ്ഞതിലേക്കോ ഗെറ്റ് ചെയ്യുന്നത്. ഐക്ക് %, വേണം. str സ്ട്രിങ് ആയതുകൊണ്ട് %, വേണ്ട. അപ്പോൾ സ്കാനഫിൻ്റെ സിൻറ്റാക്സ് പോലെ തന്നെ. അപ്പോൾ ഈ fscanf വെച്ച് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിനകത്ത് ഇതേ ഫോർമാറ്റിലിരിക്കണം. ഞാൻ %d വെച്ചിട്ട് റീഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഫയലിൽ അവിടെ ഒരു ഇൻറ്റിജർ ഉണ്ടാവണം. അപ്പോൾ നമുക്കിപ്പോൾ 2 ഇൻറ്റിജേഴ്സ് നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ സ്കാനഫ് വെച്ച് റീഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻറ്റിജർ കഴിഞ്ഞാൽ നമ്മളൊരു സ്പേസ് അല്ലെങ്കിൽ ടാബ് എൻ്റർ ഇതൊക്കെ പ്രസ് ചെയ്തിട്ടാണ് അടുത്ത ഇൻറ്റിജർ എൻ്റർ ചെയ്യുക. അപ്പോഴേ അത് നെക്സ്റ്റ് ഇൻറ്റിജറിനെ അതിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ fscanf വെച്ചിട്ട് നമുക്ക് ഫയലിനകത്തുനിന്ന് 2 ഇൻറ്റിജേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ഇൻറ്റിജേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സ്പേസോ എന്തെങ്കിലും വേണം. എന്നാലേ %d എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റിജേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും അടുത്തടുത്ത റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ ഇൻറ്റിജർ ആയിട്ടായിരിക്കും അത് എടുക്കുക. അപ്പോൾ റീഡിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിനകത്തേക്ക് സ്കാനഫിന് റീഡ് ചെയ്യാൻ പറ്റിയ ഫോർമാറ്റിലായിരിക്കണം റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് fprintf വെച്ച് റൈറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ ഒരു ഫയൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുണ്ടാക്കാം. എന്നിട്ട് അതിനകത്തുനിന്ന് റീഡ് ചെയ്യാൻ നോക്കാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു മോണിറ്ററിലേക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം fprintf വെച്ചിട്ടെന്ന്. അതുപോലെ fscanf വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് fscanf. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ fpയുടെ സ്ഥാനത്ത് std in കൊടുത്താൽ മതി. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ് റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ബാക്കി നമ്മൾ സ്കാനഫിൽ കൊടുക്കണ പോലെ തന്നെ കൊടുക്കുക. std in, %d %s, നേരത്തെ കൊടുത്ത പോലെ നമുക്ക് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ fpയുടെ സ്ഥാനത്ത് std in എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ fscanf റീഡ് ചെയ്യുക കീബോർഡിൽ നിന്നായിരിക്കും. ഇനി നമ്മൾ ഗെറ്റ് സി അല്ലെങ്കിൽ ഗെറ്റ് ഡബ്ല്യു ഒക്കെ പറഞ്ഞ സമയത്ത് പറയുന്നു ഫയൽ എന്ന് കംപ്ലീറ്റ് വാല്യൂസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൻ്റെ എൻഡ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെറ്റ് സി റിട്ടേൺ ചെയ്യുക EOF ആണെന്ന്. അതേപോലെ തന്നെ fscanfഉം ഫയലിൻ്റെ എൻഡ് എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക EOF ആണ്. ഫയലിൻ്റെ എൻഡ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എത്ര സക്സസ് റീഡുകൾ ഉണ്ടായി എന്നുള്ളതായിരിക്കും അത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫയലിനകത്തേക്ക് കുറേ വാല്യൂസ് റൈറ്റ് ചെയ്തിട്ട് നമ്മൾ fscanf വെച്ചിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ തവണ fscanf വെച്ച് റീഡ് ചെയ്തിട്ട് അത് EOF ആയോ നോക്കണം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റീഡ് കണ്ടിന്യൂ ചെയ്യാം, ആയാൽ സ്റ്റോപ്പ് ചെയ്യാം. ആ രീതിയിൽ വേണം ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഫയലിനകത്ത് കുറേ റെക്കോർഡ്സാണ് നമ്മൾ റൈറ്റ് ചെയ്തത്, നമുക്ക് എത്ര റെക്കോർഡ്സ് അതിനകത്ത് ഉള്ളതെന്ന് അറിയെങ്കിൽ അങ്ങനെ ഒരു ലൂപ്പ് ഇട്ടിട്ട് റെക്കോർഡ്സിൻ്റെ എണ്ണം വെച്ചിട്ടൊരു ലൂപ്പ് ഇട്ടിട്ട് ഇത് റിപ്പീറ്റ് ചെയ്താലും മതി. മിക്കവാറും കേസിൽ നമുക്ക് അറിയുണ്ടാവില്ല ഫയലിനകത്ത് എന്താണ് എത്രയുള്ളതെന്ന്. അപ്പോൾ എപ്പോഴും ഫയലിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ നല്ലത് അത് EOF ആയോ എന്ന് ചെക്ക് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം നോക്കാം. കംപ്ലീറ്റ് പ്രോഗ്രാം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫയൽ നെയിമും യൂസറിൻ്റെ അടുത്ത് നിന്ന് ഗെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മുന്നേയൊക്കെ ചെയ്ത പ്രോഗ്രാമിൽ ഫയൽ നെയിം നമ്മളിങ്ങനെ ഇപ്പോൾ fopen എന്ന് പറഞ്ഞ ഡബിൾ കോഡ്സിൽ ഫയൽ നെയിം കൊടുത്തു. അതായത് അവിടെ ഒരു സ്ട്രിങ് ആയിട്ടാണ് ഫയൽ നെയിം വരേണ്ടത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ യൂസറിനോട് ഫയൽ നെയിമും കൂടെ എൻ്റർ ചെയ്യാൻ പറയാം. മെസ്സേജിൽ ഞാനത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് ആദ്യം fp എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ പോയിൻ്റ് ഡിക്ലെയർ ചെയ്തു. ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി എന്ത് വേണം വെച്ചാൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ അനുസരിച്ച് എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് ഫയലിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എംപ്ലോയി ID, എംപ്ലോയിയുടെ സാലറി, എംപ്ലോയിയുടെ നെയിം, ഈ 3 കാര്യങ്ങൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് ഇത് ലൂപ്പ് വേരിയബിളായിട്ട് I കൊടുത്തു. ഫയൽ നെയിം യൂസറിൻ്റെ അടുത്ത് ഗെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എംപ്ലോയി എന്നുള്ള ഫയൽ നെയിം നേരിട്ട് കൊടുക്കാതെ f നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുത്തിട്ട് യൂസറിനോട് അത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എംപ്ലോയി കൗണ്ടും ഫയൽ നെയിമും എൻ്റർ ചെയ്യാൻ പറഞ്ഞു യൂസറിനോട്. യൂസർ എംപ്ലോയി കൗണ്ട് എൻ്റർ ചെയ്തു, ഫയൽ നെയിം എൻ്റർ ചെയ്തു. എന്നിട്ട് fopen എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ നെയിം റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഓരോ തവണയും ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയും കൂടെ ചെക്ക് ചെയ്യാം. fp not equal to null എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യണത്
ആണ് ഇത്തിരി സേഫ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ നടന്നാൽ മാത്രമേ നമുക്ക് ഫയലിനകത്തുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഫയൽ ഓപ്പൺ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പോയിൻ്റർ ആയിരിക്കും എഫ് പിയിലേക്ക് അസൈൻ ചെയ്യുക. ഫയൽ ഓപ്പൺ നടന്നില്ല എന്നുണ്ടെങ്കിൽ നള്ളായിരിക്കും എഫ് പിയിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എഫ് പി നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ മാത്രം നമ്മൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനോ ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യണത് നന്നായിരിക്കും ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ എഫ് പി നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എംപ്ലോയി ഡീറ്റെയിൽസാണ് ഫയലിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. എൻ എംപ്ലോയീസാന്ന് പറഞ്ഞു. അപ്പോൾ എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യണ ഒരു ലൂപ്പ് എഴുതി. ലൂപ്പിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി 1 എംപ്ലോയി 2 അങ്ങനെ ഓരോന്നായിട്ട് ഗെറ്റ് ചെയ്യാണ്. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, എംപ്ലോയിയുടെ സാലറി സ്കാനഫ് വെച്ചിട്ട് യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എഫ് സ്കാനഫ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ STD ഇന്ന് കൊടുക്കുക ഫയൽ പോയിൻ്ററിൻ്റെ പ്ലേസിൽ. നമുക്ക് എഫ് സ്കാനഫ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ സ്കാനഫ് കൊടുത്തത്. ഇനി യൂസറിൻ്റെ അടുത്ത് നിന്ന് ഗെറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് fprintf യൂസ് ചെയ്തിരിക്കുകയാണ്. FP എന്ന് പറഞ്ഞ ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ടാബ് വേണം. ടാബ് അല്ലെങ്കിൽ /t ഇട്ടാലും മതി. എംപ്ലോയി ഐ ഡി റൈറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ടാബ് എംപ്ലോയി നെയിം, അത് കഴിഞ്ഞിട്ട് ടാബ് സാലറി. ഇത്രയും 3 കാര്യങ്ങൾ റൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു /n കൊടുത്തു. ഇവിടെ /n ടാബോ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണം. കാരണം ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എംപ്ലോയിയുടെ സാലറി കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും ഇല്ലാണ്ട് നെക്സ്റ്റ് എംപ്ലോയിയുടെ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അത് 2 ഇൻറ്റിജേഴ്സ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല എഫ് സ്കാനഫിന്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ടാബോ /n എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാമെന്നുള്ളതിൽ /n കൊടുത്തു. ഇങ്ങനെ n എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എഫ് പിനെ ക്ലോസ് ചെയ്തു. ഇനി ആ ഫയലിന് തന്നെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഡീറ്റെയിൽസ് റിട്രീവ്ഡ് ഫ്രം ദി ഫയൽ എന്നൊരു ഹെഡിങ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. ഇനി ഫയലിനകത്തുനിന്ന് ഓരോ റെക്കോർഡായിട്ട് നമ്മൾ റിട്രീവ് ചെയ്തിട്ട് അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. ഓരോ റെക്കോർഡ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് fscanf യൂസ് ചെയ്യാണ്. fscanf fp എന്ന് പറഞ്ഞ ഫയലിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനകത്തുനിന്ന് ഒരു ഇൻറ്റിജർ, സ്ട്രിങ്, ഇൻറ്റിജർ ഇങ്ങനെയാണ് ഗെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻറ്റിജർ എംപ്ലോയി ഐ ഡിയിലേക്ക് വെച്ചു, സെക്കൻഡ് സ്ട്രിങ് നെയിമിലേക്ക് വെച്ചു, തേർഡ് ഇൻറ്റിജർ സാലറിയിലേക്ക് വെച്ചു. ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് fscanf പറഞ്ഞു. fscanf വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്തു. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു EOF, അതായത് ഫയലിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തത് എൻഡ് ഓഫ് ഫയൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ റീഡ് ചെയ്ത ഡീറ്റെയിൽസ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വൈലിൻ്റെ കണ്ടീഷനായിട്ടാണ് ഇത് കൊടുത്തത്. ഇത് എൻഡ് ഓഫ് ഫയൽ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് printf വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്തു. വേണമെങ്കിൽ fprintf യൂസ് ചെയ്യാം. ഫയൽ പോയിൻ്റിൻ്റെ സ്ഥാനത്ത് STD ഔട്ട് എന്ന് കൊടുത്താൽ മതി. സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്തു. ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എവിടെ വരെ റിപ്പീറ്റ് ചെയ്യും? ഇത് EOF ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ റെക്കോർഡ്സും റിട്രീവ് ചെയ്യണു, പ്രിൻറ്റ് ചെയ്യണു. EOF ആയി കഴിയുമ്പോൾ ഫയലിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്യാം. ആദ്യം എംപ്ലോയി കൗണ്ട് എൻ്റർ ചെയ്യണം. എംപ്ലോയി കൗണ്ട് ഞാൻ 3 എന്ന് പറഞ്ഞു. ദെൻ ഫയൽ നെയിം ഞാൻ എംപ്ലോയി എന്ന് കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി 1, ആദ്യം എംപ്ലോയി ഐ ഡി, ദെൻ നെയിം, സാലറി. ദെൻ സെക്കൻഡ് എംപ്ലോയി ഐ ഡി, നെയിം, സാലറി. തേർഡ് എംപ്ലോയി ഐ ഡി, നെയിം, സാലറി. ഡീറ്റെയിൽസ് റിട്രീവ്ഡ് ഫ്രം ദി ഫയൽ എന്ന് പറഞ്ഞിട്ട് സെയിം ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് തന്നെയാണ് ഫയലിൽ നിന്ന് റിട്രീവ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനിൽ പോയിട്ട് ഫയലിൽ ആ ഡീറ്റെയിൽസ് ഇല്ലേന്ന് നോക്കാം. ആ ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഫയൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ. അപ്പോൾ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഫയൽ വന്നത്. അതേ ഡീറ്റെയിൽസ് ഫയൽ വന്നതുകൊണ്ടാണ് നമുക്കതവിടെ റിട്രീവ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി വേണമെങ്കിൽ നമ്മളിപ്പോൾ fprintf വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് റൈറ്റ് ചെയ്തത്. ഇനി fprintf വെച്ചിട്ടല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ഫയൽ ടൈപ്പ് ചെയ്തുണ്ടാക്കാം കേട്ടോ. ടൈപ്പ് ചെയ്തുണ്ടാക്കിയിട്ട് നേരെ പ്രോഗ്രാമിനകത്ത് fscanf വെച്ചിട്ട് റീഡ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. റീഡ് മോഡിൽ ഫയൽ ഓപ്പൺ ചെയ്യുക, റീഡ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ശരിക്കും അങ്ങനെ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഫയൽ യൂസ് ചെയ്യണതിൻ്റെ കറക്റ്റ് യൂസ് അവിടെ വരുന്നത്. നമുക്കിപ്പോൾ കുറേ ഇൻപുട്ട് ഒരു പ്രോഗ്രാമിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളതൊരു ഫയലിൽ എൻ്റർ ചെയ്ത് വെക്കണം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ ഫയലിനകത്തുനിന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.